തൃശൂർ അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയെ കണ്ടെത്തിയിരിക്കുന്നു. വെറ്റിലപ്പാറ 14 സമീപത്തു നിന്നാണ് ആനയെ കണ്ടെത്തിയത്. 3 ആനകൾക്കൊപ്പമാണ് പരിക്കേറ്റ ആന സഞ്ചരിക്കുന്നത്. അതിരപ്പള്ളിയിൽ നിന്നും ആസിഫ് മുഹമ്മദാണ് വിവരങ്ങളുമായി ചേരുന്നത്. ആസിഫ്, എന്തായാലും ആനയെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു വലിയ വെല്ലുവിളിയായി കണ്ടിരുന്നത്. ഇപ്പോൾ ആനയെ കണ്ടെത്തിയിരിക്കുകയാണ്. ഇനി ആനയെ മയക്കുവെടി വെച്ച് അതിന് വേണ്ട ചികിത്സ നൽകുക എന്നുള്ളതാണ്. അത്തരം നടപടികളിലേക്ക് എപ്പോഴാണ് കടക്കുക? സ്വാതി, തീർച്ചയായും ആനയെ എന്തായാലും ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ആനയുണ്ടായിരുന്ന അതേ തുരുത്തിൽ തന്നെയാണ് ആന ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമുക്കിപ്പോൾ നമ്മൾ നിൽക്കുന്നതിൻ്റെ പുറകിൽ ആ ഒരു തുരുത്തിൽ 3 ആനകൾ നിൽക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പക്ഷേ കഴിഞ്ഞ ദിവസം ഇന്നലെ ഈ പ്രദേശങ്ങൾ മുഴുവൻ കേന്ദ്രീകരിച്ച് നടത്തിയ തിരച്ചിലിൽ ഈ ആനയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇതിന് സമീപത്തുള്ള പ്രദേശത്തടക്കം ഇന്നലെ കാട്ടാനക്കൂട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ആ കാട്ടാനക്കൂട്ടത്തിൻ്റെ കൂട്ടത്തിലും ഈ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാന ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് ആ തുരുത്തിൽ ആ 3 ആനകൾ നിൽക്കുന്നത് കാണാം. അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ആ മുറിവേറ്റ കാട്ടാന ഉണ്ട് എന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ വെച്ച് മയക്കുവെടി വെക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടോ എന്നുള്ളതാണ് ഒരു പ്രശ്നമായി നിലനിൽക്കുന്നത്. കാരണം പുഴയുടെ സമീപത്തുള്ള തുരുത്തിൽ തന്നെയാണ് കാട്ടാനയുള്ളത്. കഴിഞ്ഞ ദിവസവും ഈ തുരുത്തിൽ കാട്ടാനയെ കണ്ടെത്തുകയും ഇവിടെ നിന്ന് മാറ്റി ഒരു സുരക്ഷിതമായ സ്ഥലത്തേക്ക് എത്തിച്ച് അതിനെ മയക്കുവെടി വെച്ച് ചികിത്സ നൽകാനുള്ളൊരു നീക്കമാണ് അരുൺ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘം നടത്തിയിരുന്നത്. പക്ഷേ അത് വിജയിക്കാതെ പോയ സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തുരുത്തിന് സമീപത്തു നിന്ന് എങ്ങോട്ടെങ്കിലും മാറ്റി കൂടുതൽ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് എത്തിച്ച് ഒരു മയക്കുവെടി നൽകാനുള്ളൊരു ശ്രമമായിരിക്കും എന്തായാലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. പക്ഷേ ആന എന്തായാലും ഉൾക്കാട്ടിലേക്ക് പിൻവലിഞ്ഞിട്ട് ഇല്ല എന്നുള്ളത് ഒരു ആശ്വാസകരമായ സംഗതിയായി തന്നെയാണ് ഈ ദൗത്യസംഘം കരുതുന്നത്. ഇപ്പോൾ ആ 3 കാട്ടാനകളും അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഈ ആന തുടർച്ചയായി ആ പരിക്കേറ്റ ഭാഗത്തേക്ക് മണ്ണ് വാരി എറിയുന്ന സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം കണ്ടപ്പോഴും ഉണ്ടായിരുന്നത്. ഇന്നും സമാനമായ രീതിയിൽ അത് മണ്ണ് വാരി അങ്ങനെ അങ്ങോട്ട് എറിയുന്ന നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാനും കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മുറിവിൻ്റെ ആഴമടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴും പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഇത് എത്രത്തോളം ആഴമുണ്ട്, അതിന് ഏത് തരത്തിലുള്ള ചികിത്സ വേണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം മയക്കുവെടി വെച്ചാൽ മാത്രമേ അതിന് ആവശ്യമായുള്ള ചികിത്സ അടക്കം നൽകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. എന്തായാലും ഏറ്റവും സുരക്ഷിതമായ ഒരു സ്ഥാനത്തേക്ക് എത്തിച്ചുകൊണ്ട് ഈ കാട്ടാനയെ മയക്കുവെടി വെക്കാനുള്ള ഒരു നീക്കമായിരിക്കും ദൗത്യസംഘം നടത്തുക. ഈ പുഴയോട് ചേർന്ന തുരുത്തായതിനാൽ തന്നെ അത് മയക്കുവെടി വെച്ചതിന് ശേഷം വെള്ളത്തിലോ മറ്റോ ഇറങ്ങാനുള്ള ഒരു സാഹചര്യം അത് കൂടുതൽ ദുഷ്കരമാകുമെന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഇതിൽ ദൗത്യസംഘത്തിലുള്ള ആളുകൾ പറയുന്നത്. അതുകൊണ്ട് കുറച്ചുകൂടി സുരക്ഷിതമായ സ്ഥാനത്തേക്ക് ഇതിനെ നീക്കാനുള്ള ശ്രമം എന്തായാലും ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ കഴിയും. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഈ മറ്റൊരു സ്ഥാനത്തേക്ക് മാറ്റാനായി പടക്കം പൊട്ടിച്ച സമയത്താണ് ആന പിന്നീട് പൂർണ്ണമായും ഈ പ്രദേശത്ത് നിന്ന് പിൻവലിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സൂക്ഷ്മമായിട്ടായിരിക്കും ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുക. മാത്രമല്ല ഇപ്പോൾ ഈ ഒരു പ്രദേശത്ത് നിന്ന് കുറച്ചെങ്കിലും അങ്ങോട്ട് മാറ്റിയാൽ മാത്രമാണ് കൃത്യമായി ആനയെ സ്പോട്ട് ചെയ്യാൻ കഴിയുള്ളൂ. ആദ്യം ഘട്ടത്തിൽ ആന കുറച്ചുകൂടി വെളിയിലേക്ക് വന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പുഴയോട് ചേർന്ന് വെള്ളം കുടിക്കാൻ വന്നപ്പോൾ കുറച്ചുകൂടി തെളിഞ്ഞ പ്രദേശം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ വെച്ചും മയക്കുവെടി വെക്കാൻ കഴിയുന്ന ആ സാഹചര്യമല്ല എന്നുള്ളതാണ് ഒരു പ്രശ്നമായി നിലനിൽക്കുന്നത്. ഏതായാലും ദൗത്യസംഘം അല്പസമയത്തിനകം തന്നെ ഇത് ഒരു വിലയിരുത്തി മറ്റ് നടപടികളിലേക്ക് കടക്കും എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ കഴിയുക. സ്വാതി. ആസിഫ്, എന്തായാലും ആനയെ കണ്ടെത്തിയിരിക്കുകയാണ്. നമുക്കും ദൃശ്യങ്ങളിൽ 3 ആനകളെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി ദൗത്യസംഘം ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള നടപടികളിലേക്ക് കടന്നതായിട്ടുള്ള വിവരമുണ്ടോ? അവരിപ്പോൾ എവിടെയാണുള്ളത്? ദൗത്യസംഘം ഇതിൻ്റെ സമീപത്തായി തന്നെ ഇപ്പോൾ ഈ ആനകളെ വാച്ച് ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് കടന്നിട്ടുണ്ട്. കാരണം ഇതിന് ഏത് തരത്തിലാണ് അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ തുടർ നടപടികൾ സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടത്തുക. ദൗത്യസംഘം ഈ ആനയെ സ്പോട്ട് ചെയ്തതിന് ശേഷം അത് ഉൾക്കാട്ടിലേക്കും മറ്റും പിൻവലിയാതെ മാത്രമല്ല ഇതിൻ്റെ മറുവശത്തുകൂടി വന്നും അവർക്ക് അതിനെ നിരീക്ഷിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഈ ആനകൾ പതിവായി ഈ ഒരു പ്രദേശം കേന്ദ്രീകരിച്ച് തമ്പടിക്കാനുള്ള ഒരു സാധ്യതയാണ് പതിവായി കുറച്ച് കാലമായി ഉള്ളത്. നമുക്ക് ചേട്ടനി ഒരു പ്രദേശവാസിയാണ്. നമുക്ക് പ്രദേശവാസിയായ ആൾ തന്നെ ഉണ്ട്. കാരണം ഇവിടെ നിരന്തരം കാട്ടാനകൾ വന്ന് തമ്പടിക്കുന്ന ഒരു പ്രദേശമാണിത്. ചേട്ടാ, ഈ ഒരു പ്രദേശത്ത് ആണല്ലോ സാധാരണ നിൽക്കുക? സ്ഥിരം വരുന്ന ആനകൾ, കംപ്ലീറ്റ് ആനകൾ വന്ന് നിൽക്കുന്ന സ്ഥലം ഇത്. ഇവിടുന്ന് വിട്ട് വേറെ സ്ഥലത്തേക്ക് പോകാറില്ല. കംപ്ലീറ്റ് എപ്പോൾ നോക്കിയാലും ഇവിടെ കാണാം. എവിടുന്ന് വന്ന ആനകൾ വന്നാലും ഒക്കെ ക്രോസ് ചെയ്യുന്ന സ്ഥലം അത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടെ വെച്ചൊരു ദൗത്യം നടക്കും. മയക്കോടി വെക്കാൻ പറ്റും. ഇവിടെ ഈ വെള്ളം കുറവാണ്. ഇവിടെ മാത്രമുള്ള കായം. അങ്ങോട്ട് നീങ്ങിയിട്ടൊന്നും കായല്ല. കയത്തിലേക്ക് മുങ്ങിയാലല്ല ആന ചത്തോളൂ. അല്ലാണ്ട് അവിടെ ഒന്നും കായൊന്നുമില്ല. അവിടേക്കും സുഖമായിട്ട് ആ സൈഡിലേക്ക് ഇട്ട് അവിടെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം വഴിയൊന്നും പോകില്ല. അങ്ങടെ പോകുള്ളൂ. ഇതാണ് കായുള്ളൂ.
ഇവിടെ കായം ഇവിടെ ഇറങ്ങി നടക്കാവുന്ന സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ. കൂട്ടത്തിലുള്ള ആനയെ മാറ്റേണ്ടവരായിരിക്കും അല്ലേ? കാരണം അത് വയലന്റ് ആകും. അതിൽ 3 ആനയുണ്ട്. അതിൽ 3 കൊമ്പന്മാരുണ്ട്. അതിൽ ഇപ്പൊ കാണുന്നത് 3 നിൽക്കുന്നുണ്ട്. ഇവിടെ സ്ഥിരം പറഞ്ഞ ആനകളാണ്. പക്ഷെ ആ സാധനത്തിന് കുത്തുകൊണ്ടുള്ള ആന ഇവിടെ വരാത്ത ആനയത്. ഇത് എവിടെ നിന്ന് വന്ന ആനയാണത്. വേറെ സ്ഥലത്ത് നിന്ന് വന്ന ആനയാണത്. തീർച്ചയായും. അപ്പോൾ ചേട്ടനേക്കാളും പറയുന്നത് അങ്ങനെ തന്നെയാണ്. കാരണം കഴിഞ്ഞ കുറേ കാലമായി ഇവിടെ സ്ഥിരമായി കണ്ടു വരാത്തൊരു ആനയാണ് ഈ കുത്തേറ്റ ആന എന്നുള്ളതാണ്. എന്തായാലും ദൗത്യം നടത്തുക പറ്റുന്ന സ്ഥലമാണ് എന്നുള്ളത് എന്താണ് ദൗത്യ സംഘം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം മയക്കുവെടി വെച്ചതിന് ശേഷം ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു വശത്ത് കയമുള്ള സ്ഥലമുണ്ട്. പക്ഷെ അവിടെ നിന്ന് മാറ്റിയാൽ മാത്രമേ ഇതിനെ സുഗമമായി മയക്കുവെടി വെക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ അത് സ്വാഭാവികമായും കയത്തിലേക്കോ മറ്റോ ഇറങ്ങിയാൽ അത് അപകടം വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതാണ് ഒരു പ്രശ്നമായി നിലനിൽക്കുന്നത്. ഏതായാലും ദൗത്യം സംഘം അല്പസമയത്തിനകം തന്നെ അതിൻ്റെ നടപടികൾ വീക്ഷിച്ച് മറ്റ് കൂടുതൽ നടപടികളിലേക്ക് കടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇനി അധിക ദിവസം ഇത് ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല എന്നുള്ള ഒരു ആശങ്ക ദൗത്യ സംഘത്തിലുള്ള ആളുകൾ തന്നെ പ്രകടിപ്പിച്ചിരുന്നു. കാരണം ഇതിന് എത്രത്തോളം മുറിവുണ്ട് എന്ന് മനസ്സിലാക്കാൻ പൂർണ്ണമായും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ ഒരു ആഴവും മറ്റും നോക്കി എത്രയും പെട്ടെന്ന് ചികിത്സ നൽകുക എന്നത് തന്നെയാണ് ദൗത്യ സംഘം ആലോചിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് തന്നെ പരമാവധി അതിനെ മയക്കുവെടി വെച്ച് ഏറ്റവും സുഗമമായ ഒരു സ്ഥലത്ത് വെച്ച് അതിന് ചികിത്സ നൽകാനുള്ളൊരു നീക്കമായിരിക്കും തുടരുക. തൃശൂർ അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. വെറ്റിലപ്പാറ 14 സമീപത്തു നിന്നാണ് ആനയെ കണ്ടെത്തിയത്. 3 ആനകൾക്കൊപ്പമാണ് പരിക്കേറ്റ കാട്ടാന സഞ്ചരിക്കുന്നത്. നിലയുറപ്പിക്കുന്നത് അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. 3 ആനകൾക്കൊപ്പമാണ് പരിക്കേറ്റ കാട്ടാനയും ഉള്ളത്. മസ്തകത്തിൽ ആണ് ആനയ്ക്ക് മുറിവേറ്റിരിക്കുന്നത്. ആനയെ കണ്ടെത്തുക എന്നുള്ളത് ഏറെ വെല്ലുവിളിയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. ഇന്നിപ്പോൾ ആനയെ കണ്ടെത്തിയിരിക്കുന്നു. ആനയെ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് കൃത്യമായി സംഘത്തിന്. ഇനിയുള്ളത് ആനയെ വെടിവെക്കുക, മയക്കുവെടി വെച്ച് ആനയെ ചികിത്സയ്ക്കായി കൊണ്ടുപോകുക, ആനയ്ക്ക് വേണ്ട വിധം ചികിത്സ നൽകുക എന്നുള്ളതാണ്. എന്നാൽ അത് എത്രമാത്രം അതും ശ്രമകരമായ ഒരു ദൗത്യമാണ്. കാരണം ഇപ്പോൾ ആന നിലയുറപ്പിച്ചിരിക്കുന്നത് പുഴയുടെ അരികിലായിട്ടാണ്. അപ്പോൾ പുഴയുടെ അരികിൽ നിൽക്കുന്ന ആനയെ മയക്കുവെടി വെച്ചാൽ ആന എങ്ങോട്ടാകും ഓടുക എന്നുള്ള തരത്തിലുള്ള ആശങ്കകളൊക്കെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും പക്ഷേ ദൗത്യസംഘം ആനയെ പിടികൂടുക എന്നുള്ള ദൗത്യത്തിനായി ഇപ്പോൾ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അവിടെ ആസിഫാണ് ആ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. ആസിഫ്, ഇനി ആനയെ നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് പോലെ ആനയെ കണ്ടെത്തി, ഇനി ആനയെ മയക്കുവെടി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് എത്രമാത്രം വെല്ലുവിളി നിറഞ്ഞതാണ് എന്നാണ് ദൗത്യസംഘം പറയുന്നത്? തീർച്ചയായും ദൗത്യസംഘം നമ്മൾ നിൽക്കുന്ന ഒരു 100 അതായത് പുഴയുടെ ഒരു ചെറിയൊരു അതിർത്തി കഴിഞ്ഞാൽ ഉടനെ ചെറിയൊരു തുരുത്തിലാണ് ഈ ആന നിൽക്കുന്നത് എന്നുള്ളതാണ്. ഒരു 100-200 മീറ്റർ അപ്പുറത്ത് ഇപ്പോൾ ആനയെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ദൗത്യസംഘം അതിനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തടസ്സമായി നിൽക്കുന്നത് ഈ പുഴയുടെ നടുക്കുള്ള തുരുത്താണ്. മയക്കുവെടി വെച്ചാൽ അത് ഏത് തരത്തിലായിരിക്കും അതിൻ്റെ മൂവ്മെൻറ്റ് എന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ട്. അതുകൊണ്ടാണ് അതെങ്ങനെ അത് മൂവ് ചെയ്യുമെന്നുള്ള കൃത്യമായി പറയാൻ കഴിയാത്തൊരു സാഹചര്യം ഉള്ളതിനാലാണ് ദൗത്യസംഘം അത് വെയിറ്റ് ചെയ്യുന്നത്. എന്തായാലും ഏറ്റവും സുഗമമായ സ്ഥലം, അല്ലെങ്കിൽ ഇതിൻ്റെ അപ്പുറത്തേക്ക് റബ്ബർ എസ്റ്റേറ്റ് ആണെന്ന് തോന്നുന്നു. റബ്ബർ എസ്റ്റേറ്റ് ആണ്. ആ റബ്ബർ എസ്റ്റേറ്റിൻ്റെ ഭാഗത്തേക്ക് അതിനെ മാറ്റി അവിടെ വെച്ച് മറ്റോ ഇനി മയക്കുവെടി നൽകേണ്ടി വരും. പിന്നീട് അതിൻ്റെ അപ്പുറത്ത് കുറച്ച് ഭാഗം തെളിഞ്ഞ കുന്നുകളുണ്ട്. അത് റീപ്ലാന്റിങ്ങും മറ്റും നടക്കുന്ന പ്രദേശമാണ്. മാത്രമല്ല അവിടെ ഇപ്പോൾ കൈതകൃഷിയും മറ്റും നടക്കുന്ന പ്രദേശമുണ്ട്. അതുകൊണ്ട് ഈ ഒരു തുരുത്തിൽ നിന്ന് അപ്പുറത്തേക്ക് മാറ്റിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ ആനയെ മയക്കുവെടി നൽകാനും അവിടെ വെച്ച് ചികിത്സ നൽകാനും കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് ദൗത്യസംഘവും വിലയിരുത്തുന്നത്. കഴിഞ്ഞ ദിവസവും ഈ തുരുത്തിൽ വെച്ച് കണ്ടെത്തിയതുകൊണ്ടാണ് അത്തരത്തിൽ മയക്കുവെടി നൽകാൻ കഴിയാതിരുന്നത്. കാരണം അതൊരു കുറച്ച് റിസ്ക് ഉണ്ട്. കാരണം അത് എങ്ങോട്ടാണത് പോവുക എന്ന് പറയാൻ കഴിയില്ല. മാത്രമല്ല വെള്ളം ആഴമുള്ള പ്രദേശങ്ങളുണ്ട്. താഴ്വശത്തേക്കാണെങ്കിൽ ആഴം കുറഞ്ഞ പ്രദേശമാണ്. പക്ഷെ അങ്ങോട്ട് തന്നെ ഈ ആന നീങ്ങുമോ എന്നുള്ള സംശയം കൊണ്ടാണ് അത്തരത്തിൽ ഒരു ദൗത്യം അന്ന് ഈ തുരുത്തിൽ വെച്ച് നടത്താൻ കഴിയാതെ പോയത്. അതുകൊണ്ടാണ് ഇതിനെ മറ്റൊരു പ്രദേശത്തേക്ക് മാറ്റാൻ വേണ്ടിയാണ് അന്ന് പടക്കവും മറ്റും പൊട്ടിച്ച് മാറ്റാൻ ശ്രമിച്ചത്. പക്ഷെ അത് ആന കൂടുതൽ ഉള്ളിലേക്ക് കണ്ടെത്താൻ കഴിയാത്ത പ്രദേശത്തേക്കോ മറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ വ്യാപകമായ തിരച്ചിൽ ഉൾക്കാടിന് സമീപത്തടക്കമുള്ള പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയിരുന്നു. പക്ഷേ ഇന്നലെ കണ്ടെത്തിയ കാട്ടാനക്കൂട്ടത്തിലോ മറ്റോ ഈ ആനയെ കണ്ടെത്താൻ കഴിഞ്ഞൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൂടി പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഇന്ന് രാത്രിയിലടക്കം നിരീക്ഷണങ്ങൾ തുടരുന്നു. ആ സമയത്താണ് ഇങ്ങനെ ഈ തുരുത്തിൽ കാട്ടാനകൾ തുടരുന്നുണ്ട് എന്നുള്ള കാര്യം ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് സൂചന ലഭിക്കുകയും അവർ ഇങ്ങോട്ട് എത്തി ആ ഒരു പരിശോധന
നടത്തിയപ്പോൾ ആ കൂട്ടത്തിൽ ഈ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാന ഉണ്ട് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അതിൻ്റെ ആരോഗ്യനിലയിൽ അങ്ങനെ നമുക്ക് അതായത് അത് നല്ല രീതിയിൽ സഞ്ചരിക്കുന്നുണ്ട്, ഭക്ഷണം എടുക്കുന്നുണ്ട്, വെള്ളം എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ആരോഗ്യനില അത്രത്തോളം വഷളായിട്ടുണ്ട് എന്ന് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. ആ കാട്ടാനക്കൂട്ടത്തിനൊപ്പം തന്നെ സജീവമായി നിലനിൽക്കുന്നുണ്ട്. പക്ഷേ നാട്ടുകാരടക്കം പറയുന്നത് ഈ ഒരു മേഖല കേന്ദ്രീകരിച്ച് സ്ഥിരം വരുന്ന കാട്ടാനയല്ല, മറ്റെവിടെ വെച്ചോ ഇങ്ങനെ രണ്ട് കാട്ടാനകൾ തമ്മിലുള്ള സംഘർഷത്തിൽ കുത്തേറ്റതിന് ശേഷം ഈ ഒരു പ്രദേശത്തേക്ക് വന്ന് മറ്റ് കാട്ടാനകൾക്കൊപ്പം ചേർന്ന ഒരു കാട്ടാനയാണ് എന്നുള്ളൊരു നിഗമനത്തിലാണ് നാട്ടുകാരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അടക്കമുള്ളത്. കാരണം നാട്ടുകാർക്ക് സ്ഥിരമായി ഇവിടെ എത്തുന്ന കാട്ടാനകളെ കണ്ട് പരിചയമുള്ള ആളുകളാണ്. കാരണം ജനവാസ മേഖലയിലേക്ക് സ്ഥിരമായി ഇത് എത്താറുണ്ട്. എണ്ണപ്പനത്തോട്ടത്ത് മുറിച്ച് കടന്ന് റോഡ് മുറിച്ച് കടന്ന് ജനവാസ മേഖലയിലേക്ക് അടക്കം എത്താറുണ്ട്. അതുകൊണ്ട് ആ കൂട്ടത്തിലൊന്നും ഈ കാട്ടാനയെ കണ്ടിട്ടില്ല എന്നുള്ള കാര്യമാണ് നാട്ടുകാരടക്കം സൂചിപ്പിക്കുന്നത്. എന്തായാലും എത്രയും പെട്ടെന്ന് ചികിത്സ നൽകുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോകുന്നത്. അരുൺ സക്കറിയ കഴിഞ്ഞ 2 ദിവസമായി ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അതിനാവശ്യമുള്ള സജ്ജീകരണങ്ങളെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ ദൗത്യസംഘം 50 അംഗ സംഘമായി വിപുലീകരിച്ചിരുന്നു. കാരണം എത്രയും പെട്ടെന്ന് കാട്ടാനയെ കണ്ടെത്തുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി. എന്തായാലും അതിനാവശ്യമായുള്ള ശ്രമമാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഏത് തരത്തിൽ ഏത് സ്ഥലത്ത് വെച്ച് നടത്താൻ കഴിയുമെന്നുള്ളത് ഇപ്പോഴും ഒരു തീരുമാനമാകാൻ നിലനിൽക്കുന്നുണ്ട്. അതിന് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്ത് വെച്ച് തന്നെയായിരിക്കും നടത്തുക. പക്ഷേ അതിനെ തീർച്ചയായും കാട്ടാനയെ ഇപ്പോൾ കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അത് നിരീക്ഷണ പരിധിയിലുണ്ട് എന്നുള്ളത് ദൗത്യസംഘത്തെ സംബന്ധിച്ചോളം വളരെ ആശ്വാസകരമായ സംഗതിയാണ്. ശരി ആസിഫ്, തൃശൂർ അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയെ കണ്ടെത്തിയിരിക്കുന്നു. വെറ്റിലപ്പാറ 14 സമീപത്ത് നിന്നാണ് ആനയെ കണ്ടെത്തിയത്. 3 ആനകൾക്കൊപ്പമാണ് പരിക്കേറ്റ ആന സഞ്ചരിക്കുന്നത്. ആനയെ മയക്കുവെടി വെച്ച് ആനയ്ക്ക് മതിയായ ചികിത്സ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വനം വകുപ്പ് രാവിലെ തന്നെ ദൗത്യം ആരംഭിച്ചിട്ടുമുണ്ട്.